പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും
അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഈശോയെ 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നവരോട് ഈശോയെ കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ, സമാധാനം ഇല്ലാതെ, ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ റെക്കോർഡ് ഇടുക എന്ന് സംഭവമില്ല. റെക്കോർഡ് എന്നിട്ട് ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല. സ്പോർട്സ്മാൻ, അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ, ലോങ് ജമ്പ് ചെയ്യുന്നവർ, 100 മീറ്റർ ഓടുന്നവർ, ഷോട്ട് പുട്ട് എറിയുന്നവർ, ജാവലിൻ ത്രോ നടത്തുന്നവർ, അവരൊരു റെക്കോർഡ് കീപ്പ് ചെയ്യും. അപ്പം അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചോ ഇല്ലേ? ഇപ്പം നമ്മൾക്ക് ബോബി അലോഷ്യസ്, ഷൈനി എബ്രഹാം, PT ഉഷ, അപ്പം അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡ് ഇട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഇത്ര റെക്കോർഡായിരുന്നല്ല ഓടിയത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങളുടെ ബോഡി ചീർത്ത് പോയില്ലേ, ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും. പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും. അതാണ് വിഷയത്തിൻ്റെ അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ്. ചിലപ്പോൾ പിന്നീട് കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയൊക്കെ വന്നിട്ട് ദൈവസേനയൊക്കെ തണുത്തു പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ. അത് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെക്ക് ഞാനിത് പ്രതീക്ഷയില്ല എന്നിട്ട് പറയും, നിൻ്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ, റെക്കോർഡിൽ നിന്ന് നീ താഴെ പോയില്ലേ. അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പറയുന്നതാണ്. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടി. അപ്പൊ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ, പഴയ റെക്കോർഡുണ്ട്. അപ്പൊ ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കണത് നമ്മൾ ജീവിക്കും തോറും, പുതിയ അനുഭവം കിട്ടും തോറും, ജ്ഞാനത്തിൽ മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും, വാട്ട് ഹാപ്പൻഡ് ടു യു, സംഭവിച്ചു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അത് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ, അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാരെന്താ ചെയ്യണമെന്നറിയാമോ? പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമെന്ന് നോക്കും ഓരോരോ വിഷയത്തിന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥന, കർത്താവേ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം. പക്ഷെ എന്നാലും നീ പേടിക്കണ്ട, ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ കർത്താവ് അത് പരിഗണിക്കും എന്നുള്ള കാര്യം കറക്റ്റാണ്. കാര്യം ആദ്യം പിന്നെയും പറയണത് നമ്മളെ ഉദ്ദേശിച്ചാണ്, ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല. ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല. അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം, ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ബന്ധമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കാരണം നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ഭാവിയാകാം, ദൈവത്തിനത് വർത്തമാനകാലമാകും. അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ, നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ചിലക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
ചിലർക്ക് പീരീഡ്സൊക്കെ 5-6 ദിവസം നിൽക്കുമ്പോൾ അവരെന്നോട് പറയുമ്പോൾ കരഞ്ഞു പോര്, നടുവിന് വേദന, പലതരം വയറുവേദന, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, തളർച്ച. അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ പറയും, അവളെ ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത്. നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാനം, ശരീരമല്ല വിഷയം. അപ്പം നിനക്ക് നടുവേദനയാണ്, പാടില്ല, നിനക്ക് പനിക്കനുണ്ട്, എന്നിട്ട് ആ പനിയെ പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്, കർത്താവിനെ പോയി കണ്ടിട്ട് പോരും. അതാണ് നിൻ്റെ റെക്കോർഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നീ തിരവേദന മുഴുകിയിരിക്കുന്ന ശരീരമാണ്, പക്ഷെ നീ കർത്താവ് പ്രസൻ്റാണ്. അപ്പം ചില അയ്യോപാവികൾക്കുള്ള ഗുണം, അവർക്ക് എന്തെങ്കിലും ഒരു മൂടുകഴപ്പ, വിഷമോ, വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കാനും, കുർബാന കട്ട് ചെയ്യാനും, കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കാനും. ഈ പന്നികളെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാകും. ഒന്നാമത്തെ ഇവർക്ക് സെൻസറില്ല, എല്ലാത്തിനും കുഴപ്പമാണേ. ഇപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പ്രഷറുണ്ട്, പക്ഷെ നമുക്കത് നോക്കാൻ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വായി തോന്നൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും, പ്രഷർ കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഉറങ്ങത്തുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ നകന്നു പോകണം നമ്മൾ അറിയണില്ല. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഉടായ്പകൾ പറഞ്ഞ് ഇന്ന് പാടില്ല, ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി, ഇന്ന് മുഴുവൻ അനക്കായിരുന്നു, അതുകൊണ്ട് ഒരു സ്വർഗസ്ഥനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ തുണി അലക്കിയാണെങ്കിൽ പറയണത് ദൈവത്തിനായിട്ട് പണി കൊടുക്കണതേ. പല പെണ്ണുങ്ങളും പാഴ്സൽ പണി മേടിക്കുന്നവരാണ്. ആ ബുദ്ധിയും ബോധം ഇല്ലാതെ പന്നിയുടെ തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ഇടേണ്ടത്. വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ, ദൈവത്തിനോട് ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ടൈമാണത്. അപ്പോൾ ഇത് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും താഴെ പോകാതിരിക്കാൻ നോക്കണം. താഴെ പോയാൽ കർത്താവ് ഉടനെ പറയും, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ് തരികയുള്ളു. എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവ് അത് ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് നിൻ്റെ പൊട്ടത്തരത്തിനെല്ലാം പണിയാവും. ഇപ്പം അതിനത്ര പറയുന്നുള്ളൂ, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ. നീ ഉഴപ്പിയത് കൊണ്ടാണോ, അല്ല നീ കറങ്ങി നടന്നത് കൊണ്ടാണോ, പഠിക്കാതിരുന്നത് കൊണ്ടാണോ, നിൻ്റെ ഓറിയൻറ്റേഷൻ പോയത് കൊണ്ടാണ്, നിൻ്റെ ചുറ്റിക്കളി കൊണ്ടാണ്, അതൊക്കെ പിന്നീട് കർത്താവ് ആത്മാവ് വിവേചിച്ച് മനസ്സിലാക്കിക്കോളൂ. റിസൾട്ട് മാത്രമേ പറയണത്. എന്താ റിസൾട്ട്? എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. ഓക്കെ, വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പഴയ റെക്കോർഡ് ഇടാൻ പറയും. അതായത് ചിന്തിക്കണം, എവിടെയാണ് ചുറ്റിക്കളിക്ക് പോയതാണ്, അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ്, അതാ വേറെ എന്തെങ്കിലും ഡബിൾ മൈൻഡിലേക്ക് പോയാൽ, പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന, നീ ഏത് അവസ്ഥയിൽ നിന്നാണ് ഈ ഇതിലേക്ക് വന്നതെന്ന് അനുദപിക്കാൻ പറയുകയാണ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അനുദപിക്കണം, തിരിച്ചു വരാൻ ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞേക്കണം. തിരിച്ചു വരാൻ എനിക്ക് അറിയത്തില്ല, എന്നെ കെട്ടിപിടിക്കാൻ പറഞ്ഞാൽ കെട്ടിപിടിക്കത്തില്ല. മര്യാദക്ക് അനുദപിച്ച് തിരിച്ചു വരേണ്ടി വരും. ബൈബിളിലെ കമാൻഡുകൾ ഒന്നാണ് തിരിച്ചു വരാൻ. ആരെയും തിരിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതാണൊരു നിസ്സാര കാര്യമല്ല. മക്കളൊക്കെ വീട്ടിൽ വഴിതെറ്റിപ്പോയാൽ അമ്മമാർ ചെന്നിട്ട് അടിച്ച് വലിച്ചുകൊണ്ട് തന്നെ കാണാം. ഇത് നടക്കത്തില്ല. യു മസ്റ്റ് ബൈ യുവർ സെൽഫ് റിട്ടേൺ. ദൂർത്തപുത്രൻ അയാൾ തന്നെത്താൻ തിരിച്ചു വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഈ അനുതാപം എന്നുള്ള വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല. അതെല്ലാം നമ്മൾ തന്നെ. എന്നൊക്കെ അനുതാപം തോന്നണില്ല എന്ന് വെച്ചാൽ
അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം എൻ്റെ അർത്ഥം. അതായത് എനിക്ക് കുമ്പസ്തേക്ക് പാപമൊന്നുമില്ല, എനിക്ക് കുമ്പസ്തേക്ക് എന്നൊക്കെ ദൈവം നമ്മുടെ അനുതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതെപ്പോഴും നമ്മൾ അനുതാപം ഒന്ന് പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം. അനുതാപം എന്ന വിഷയത്തിൻ്റെ അകത്ത് വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുദപിക്കത്തില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അനുതാപം ദൈവം അത്രയ്ക്ക് അനുദപിക്കുന്നൊരു പാപിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമാണ്. സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് നിനക്ക് അനുതാപം ഉണ്ടാകത്തില്ല. തിരിച്ചടിക്കുക ഈ സാധനം. ഇപ്പം അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഇപ്പം അരിയെത്തി എന്നൊക്കെ പറയത്തില്ലേ, ആ കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുമ്പോൾ പഴയ ആയുർവേദ വൈദ്യന്മാർ പറയുന്നില്ലേ, കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യുമ്പോൾ കവളെ കൂടി ഒഴുകി വരും, തിരിച്ചു വരും. അപ്പോൾ അരി എത്തിയെന്ന് തോന്നുന്നു. മലയാളി എന്ത് റിജക്റ്റ് ചെയ്താലും കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യത്തില്ല. അതായിരുന്നു പണ്ടത്തെ കണക്ക്. അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അരി എത്തിയെന്ന് പറയും. ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി അക്സെപ്റ്റ് കാര്യങ്ങൾ ശരിയാണ്, രോഗം എന്താണെന്ന് അറിയാം, മരുന്ന് നമ്മുടെ ഉണ്ട്, പക്ഷെ ബോഡി മരുന്ന് റിസീവ് ചെയ്യണില്ലെന്ന് പറയും. അതുപോലെ അനുതാപം റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ. അടിച്ചേൽപ്പിച്ച ഒരു അനുതാപം പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നമുക്ക് വരം തരും, പക്ഷെ അനുതപിക്കാൻ പാടാണ്. അത് അനുതാപത്തിൻ്റെ ഒരു അലോട്ട്മെൻ്റ് ഇല്ല. കാര്യം അതാണ്, അനുതപിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ലെന്നൊക്കെ പറയും. യേശാവ് അവൻ പിന്നീട് വിളിച്ചപേക്ഷിച്ചു, പക്ഷെ റിജക്റ്റായിപ്പോയി. അനുതപിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല. ഹെബ്രായർ 12:17 ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. സ്വർഗം ഷട്ട് ഡൗൺ ആയി, അവസരം കിട്ടിയില്ല. നിസ്സാര കാര്യമല്ലേ. ഇപ്പം നമുക്ക് അനുദപിക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളിൽ ഷട്ട് ഡൗൺ ആയിട്ടാണ്, റിജക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിക്കാണ്. എപ്പോഴും നമ്മൾ അതായത് ഏറ്റവും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നല്ല അനുതാപം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഒറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 31ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ചാലക്കുടി പോട്ടയിൽ നിന്നുള്ള ഷീല ജോയ് എന്നൊരു അമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ഷീല ജോയ്, ഞാൻ ചാലക്കുടിക്കടുത്ത് പോട്ടയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒരുപാട് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാരീരിക ദുരിതത്തെ കൃപാസനത്തിൽ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ യോഗ്യതയാൽ സമയ ചുരുക്കത്തിൽ വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടായ ഒരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഈ അമ്മയുടെ വിശുദ്ധിയുള്ള ഒരു ജീവിതമാണ്. ഈ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് ഈ അമ്മയെക്കുറിച്ച് ഓടി വന്നത് ബാറൂക്ക് 5:1 തിരുവചനമാണ്. മഹത്വത്തിൻ്റെ കിരീടം തലയിൽ അണിഞ്ഞ ഒരു അമ്മ. ഇതാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന തിരുവചനം.
ബാറൂക്ക് 5:1 തിരുവചനം ഇതാണ്: ജെറുസലേം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവന്റെ മഹത്വത്തിന്റെ കിരീടം ശിരസിൽ അണിയുക. മരിയൻ ഉടമ്പടി വഴിയായി ഈ ഒരു പീഡനത്തിന്റെയും ദുഃഖത്തിന്റെയൊക്കെ ആ ഒരു മൂടുപടം മാറ്റി ഒരു മഹത്വത്തിന്റെ കിരീടം അണിഞ്ഞ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ഷീല ജോയി അൾത്താരയിൽ ഈ സാക്ഷ്യം പറയുന്നത്. സാക്ഷ്യം ഇതാണ്: ഞാൻ 25 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ പരോട്ടിഡ് ഗ്ലാൻഡ്, ഈ ലെഫ്റ്റ് ഇയറിന് മുന്നിലും താഴോട്ട് ഇറങ്ങി കിടക്കുന്ന ഒരു ഗ്ലാൻഡാണ്. അത് 2 സൈഡിലുണ്ട് നമ്മുടെ ചെവിയുടെ ഇപ്പുറത്തായിട്ട്. അതിൽ ഇടത് സൈഡിലുള്ള ഗ്ലാൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിസിഷ്യൻ നേരെ ENT അടുത്ത് വിടും. ENT നേരെ ENT ഡോക്ടറാണെങ്കിൽ നേരെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വിടും. ആർക്കും അതിന് പരിഹാരം പൂർണ്ണമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റിയിരുന്നില്ല. പറയുന്നുണ്ട് ആ വിഷമസന്ധിയുടെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മ വളരെ ലാഘവത്തോടെ പറയുന്ന ഒരു വാക്കാണ്. അതായത് എൻ്റെ ടീച്ചിങ് പ്രൊഫഷൻ പോലും ഈ ഒരു ഇൻഫെക്ഷൻ കാരണം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പം അത്രമാത്രം തീവ്രതയേറിയ വളരെ സഹനം പിടിച്ച ഒരു ജീവിതയാത്രയിൽ മരിയൻ ഉടമ്പടി വഴിയായി എങ്ങനെയാണ് ഈ അമ്മ സന്ധിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, അതായത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന് കാണുന്നുണ്ട്. കഴിഞ്ഞ മെയിൽ ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ എനിക്ക് അതിന് പൂർണ്ണ സൗഖ്യം കിട്ടി. അച്ഛൻ സൈത്ത് പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. ആ 2ാം പ്രാവശ്യം സൈത്ത് പൂശിപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ അസുഖം പൂർണ്ണമാകും. ഞാൻ ഇത് അസുഖം മാറുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഫ്രീക്വൻ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യായിരുന്നു. ഇത് തന്നെയല്ല, എനിക്ക് കുടുംബ പ്രാർത്ഥന പോലും എത്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് വന്നേ. ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നതാണ്. ആ ടീച്ചിങ് പ്രൊഫഷൻ വരെ ഞാനതുകൊണ്ട് നിർത്തിയത് ആ ഒറ്റ കാരണത്താലാണ്. അച്ഛൻ സൈത്ത് പൂശിയിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. നമ്മുടെ മേജർ സലൈവറി ഗ്ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ്. അവിടെയാണ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ 2 തവണ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സൈത്ത് പൂശി കർത്താവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം. 25 വർഷമായി തൻ്റെ ശരീരത്തിൽ പേറിക്കൊണ്ട് നടന്നിരുന്ന ആ ദുരിതത്തിന് എന്നേക്കുമായി ഒരു ശമനം സാധ്യമായത്. ഈ മകൾ അത് ശരീരത്തിൽ അനുഭവിക്കുന്നത് അതിൻ്റെ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ അമ്മ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വലിയൊരു മഹത്വത്തിൻ്റെ കിരീടം, ഒരു ശാശ്വതമായ സന്തോഷത്തിൻ്റെ ഒരു കിരീടം, ഈ ഒരു പ്രത്യേക രോഗസൗഖ്യത്തിലൂടെ ഈ അമ്മയ്ക്ക് ദൈവപിതാവ് അനുവദിച്ചു കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി ഈ മകളുമായി ദൈവപിതാവ് ഒരു നിത്യ ഉടമ്പടിയിലാണ്. ഏശയ്യ 54:10-11 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. അപ്പോൾ ഈ മകളുമായി ദൈവം ഒരു ശാശ്വത ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സുദീർഘമായിട്ടുള്ള ഒരു സഹനം ആ മകൾക്ക് അനുവദിച്ചു കൊടുത്തത്. പക്ഷേ സമയച്ചുരുക്കത്തിൽ ഈ ഒരു വിഷയം ദൈവ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകമായിട്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യ ദൃസാക്ഷിയായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ, ഏറെ പ്രത്യേകമായിട്ട് സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഒരു നിത്യമഹത്വത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ
ഒരു രോഗസൗഖ്യത്തിലൂടെ ഈ മകൾക്ക് ദൈവപിതാവ് അനുവദിച്ചു നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പീഡനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ആ മൂടുപടം വസ്ത്രം മാറ്റി മഹത്വത്തിൻ്റെ കിരീടം എന്നേക്കും അണിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ബാറൂക്ക് 5:1 തിരുവചനം അനുസരിച്ച് ഈ മകള് അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. ഈ സാക്ഷ്യം ഞാനിങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഞാൻ ഈ മഹത്വത്തിൻ്റെ വചനമാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പഠിച്ചത് എന്തുകൊണ്ട് ഈ അമ്മയുടെ ഫയലിൽ ദൈവപിതാവ് ഒപ്പിട്ടു എന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഈ അമ്മ പറയുന്നുണ്ട്, ഞാൻ വിശേഷ വിധിയായി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് 2019 അതിനുശേഷം 21 തവണയോളം ഉടമ്പടി പുതുക്കി വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുന്ന അമ്മയാണ്. അപ്പോൾ ഓരോ തവണയും ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ആ ഉടമ്പടി പുതുക്കുന്നതിന് പറഞ്ഞിട്ടുള്ള 3 കെട്ട് പത്രത്തെക്കാൾ ഉപരി അതിൻ്റെ ഇരട്ടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി ഈ മകള് പത്രപ്രേഷിത പ്രവർത്തനം നടത്തുന്നത് ഈശോയെ ഇതുവരെ അറിയാത്ത കരങ്ങളിൽ ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണവും ദൈവിക ഇടപെടലും ഒക്കെ എത്തണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് വിശേഷവിധിയായിട്ട് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ നടപടി. അതായത് ഒരു തവണയെങ്കിലും കൃപാസനം പത്രം ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത് ഒരു പത്രം ആ വ്യക്തിക്ക് ആവശ്യമില്ല. ഇതാണ് ഈ അമ്മയ്ക്ക് കിട്ടിയ ദൈവപിതാവ് കൊടുത്തിരിക്കുന്ന വലിയൊരു പഠിപ്പിക്കൽ. അതുകൊണ്ട് തന്നെ ഇനിയും കൃപാസനം പത്രം എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്കാണ് ഈ അമ്മ ഈ ഒരു കൃപാസനം പത്രവുമായി തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. ഈ ഒരു ബുദ്ധിമുട്ടിനിടയിലും, അതായത് 25 വർഷമായിട്ടുള്ള പരോട്ടിഡ് ഗ്ലാൻഡ് ഇൻഫെക്ഷനിടയിലും ഈ അമ്മ യാത്ര ചെയ്യുന്നത് ഈ ഒരു ദൈവിക തീക്ഷ്ണതയോട് കൂടിയിട്ടാണ്, ഈശോയെ പേറിക്കൊണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ കാരുണ്യ പ്രവർത്തികൾ എടുത്തു പറയത്തക്ക രീതിയിൽ ചെയ്യുന്നില്ലെങ്കിലും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളിലൊക്കെ ഈശോയോടുള്ള അതീവ സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടാണ് ഈ അമ്മ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അമ്മ പറയുന്നുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആരും നോക്കാൻ ഇല്ലാതെ പലരും അവിടെ വന്ന് ചികിത്സയിലായിരിക്കുന്നുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങാൻ, സ്കാനിങ് ചെയ്യാൻ, അതുപോലെ ഭക്ഷണത്തിന്, അതിനൊന്നും പൈസ ഇല്ലാത്തവർക്ക് ധനസഹായം ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് മക്കളെയും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവർക്കൊരു കാരുണ്യത്തിൻ്റെ മനസ്സ് വരട്ടെ എന്നുള്ള രീതിയിൽ. അത് ഈ അമ്മ പറയുമ്പോൾ ഒരു നാമമാത്രമായ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് വലിയ ദൈവ സ്നേഹം നിറഞ്ഞു തുളുമ്പിക്കൊണ്ടാണ് ഈ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്രകാരം വിശേഷവിധിയായി കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ ദൈവമാതാവ് പ്രത്യേകമായിട്ട് മധ്യസ്ഥത വഹിച്ച് ഈ അമ്മയുടെ ഫയലിൽ ഒപ്പിടുകയാണ്. ഈ 25 വർഷമായിട്ടുള്ള പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഇൻഫെക്ഷൻ സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ദിവസം മരിയൻ ഉടമ്പടിയൊക്കെ പുതുക്കി ഈശോയുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തിലായിരിക്കുമ്പോൾ, മാതാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ സ്വാതന്ത്ര്യത്തോടുകൂടി പറയുന്നുണ്ട്, എനിക്ക് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം, കാരണം ഇനിയും എൻ്റെ വിഷയങ്ങൾ ഒരുപാട് പരിഹരിക്കപ്പെടാനുണ്ട്. ഈ മരിയൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും ഈ അമ്മ എഴുതുന്ന ആദ്യത്തെ നിയോഗം ഒരു ആത്മീയ നിയോഗമായിട്ട് ഞാൻ വെച്ചത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കണം, സ്ഥിരീകരിക്കണം. കാരണം അത്രയേറെ ദൈവമാതാവ് ഈ ഒരു പ്രത്യക്ഷീകരണത്തെ പറ്റി അമ്മയ്ക്ക് ബോധ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹം നിറഞ്ഞ് ഇതുപോലെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗം എഴുതി വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ സ്വപ്നം കണ്ടു. ഞാനിവിടെ കൃപാസനത്തിൽ ഈ പള്ളിയിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അമ്മ എന്നോട് വന്ന് ചോദിക്കുകയാണ്, മോളെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് ജോസഫ് അച്ഛനെ കാണണം, ജോസഫ് അച്ഛനെ കണ്ടാൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായി എന്നുള്ള ഉള്ളിലെ ചിന്തയായിരിക്കും. അമ്മ നേരെ എന്നെ ഈ ആൾത്താരയിലേക്ക് കയറ്റി നിർത്തി, നേരെ ക്രൂശിത രൂപത്തിൻ്റെ താഴെ കൊണ്ട് നിർത്തി എന്നോട് പറഞ്ഞു,
മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പറയാനുള്ള എല്ലാം ഈ ക്രൂശ് രൂപത്തിൻ്റെ ഇവിടെ ഈശോയോട് പറഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ ഈശോയുടെ കാല് പിടിച്ച് എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. അതായത് വലിയ സാന്നിധ്യം നൽകി ഈ മകളെ ദൈവപിതാവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏശയ്യ 54:10 തിരുവചനം അനുസരിച്ച് അചഞ്ചലമായ ഉടമ്പടി ചെയ്ത മകളോട് തൻ്റെ സ്നേഹം തന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് വെളിവാക്കിക്കൊണ്ട് വലിയൊരു സ്വപ്നത്തിലൂടെ സാന്നിധ്യം നൽകി ഈ അമ്മയെ സന്ധിക്കുകയാണ്. ഈ സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഈ അമ്മ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ മരിയൻ ഉടമ്പടി വഴി 3 കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ എനിക്ക് ഉടമ്പടിയെ പറ്റി പറയാനുള്ളത്, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മീയ സന്തോഷം, ദൈവിക നിറവ്, അത് ചെറുതൊന്നല്ല. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റയ്ക്കല്ല, ഈശോയും അമ്മയും ഒക്കെയും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത ഉടമ്പടിയുടെ ബോണസാണ്. മരിയൻ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും സ്വന്തമാക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മീയ സന്തോഷം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആത്മീയ സന്തോഷം ലഭിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങളെക്കാൾ അപ്പുറത്ത് അതിൻ്റെ മുകളിൽ വലിയൊരു അഭിഷേക സന്തോഷം നമുക്ക് നിറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ഇത് ഈ അമ്മയ്ക്ക് സ്വന്തമായി, അമ്മയുടെ മുഖത്ത് അതുണ്ട്. രണ്ടാമതായിട്ട് ദൈവിക നിറവ്. അപ്പ എന്നും കൂടെയുണ്ട്, മഹത്വത്തിൻ്റെ കിരീടം എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആഴമായിട്ടുള്ള ബോധ്യം ഈ അമ്മയ്ക്ക് ഈ ഒരു സഹനത്തിലൂടെ 25 വർഷമായി ദൈവപിതാവ് തന്നെ അനുവദിച്ച് തന്ന ഈ സഹനത്തിലൂടെ ഈ അമ്മ ആ ഒരു ബോധ്യത്തിലേക്ക് വളരുകയാണ്. മൂന്നാമതായിട്ട് ഈശോയും മാതാവും എൻ്റെ കൂടെ മരിയൻ ഉടമ്പടി വഴി സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. മാതാവ് തന്നെ വന്ന് പറയും, നീ എൻ്റെ പുത്രനോട് എൻ്റെ വിഷയങ്ങൾ പറ, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നിൻ്റെ സങ്കടങ്ങൾ നീ നേരിട്ട് പറഞ്ഞാൽ മതി, എല്ലാത്തിനും തീരുമാനമാകും എന്ന്. ജ്ഞാനത്തിൻ്റെ വലിയ പ്രതിഫലനമുള്ള വലിയൊരു സാക്ഷ്യമാണിത്. കാരണം ദൈവത്തിൻ്റെ ശക്തി ചൂഴ്ന്നിറങ്ങിക്കൊണ്ട് നിത്യനായവൻ്റെ മഹത്വം വെളിപ്പെടുത്തി കിട്ടിയ ഒരു അമ്മയുടെ വലിയൊരു സാക്ഷ്യമാണിത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, 7-ാം അധ്യായം 24-25 തിരുവചനങ്ങളിൽ, എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. അതെ, ജ്ഞാനം ദൈവശക്തിയുടെ ഒരു ശ്വാസമാണ്. സർവശക്തന്റെ മഹത്വത്തിൻ്റെ ഒരു ശുദ്ധമായ ഒരു നിസ്സരണമാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു ജ്ഞാനത്തിൻ്റെ ഒരു തലത്തിലേക്കാണ് ഈ അമ്മ ഈ ഒരു ജീവിത ദുരിതങ്ങളിലൂടെ വളരുന്നത്. അതുകൊണ്ടാണ് കൃപാസനം പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുവാൻ ഉടമ്പടി നിയോഗമായി എഴുതി തൻ്റെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതിനോട് കൂട്ടിവെക്കുന്നത്. ഈ വലിയൊരു സാക്ഷ്യം നമ്മൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള സഹനങ്ങൾ ദൈവപിതാവ് അനുവദിച്ച് തന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഹൃദയത്തിലൊന്ന് ദൈവപിതാവിന് നന്ദി പറയാം. കാരണം ചില സഹനങ്ങളൊക്കെ മാറ്റപ്പെടാത്തതാണ്. ഒരിക്കലും അതിന് ഒരു പോംവഴിയില്ലാത്ത വിഷയങ്ങളുടെ മേൽ എങ്ങനെയാണ് ദൈവപിതാവ് പ്രത്യേകമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് അത് ദൈവമഹത്വത്തിൻ്റെ കിരീടമാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മയെ നമുക്ക് ഉടമ്പടി വഴി കൂട്ടി നൽകുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് ഈ സാക്ഷ്യത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാറ്റപ്പെടുന്നതും ഒപ്പം തന്നെ മാറ്റപ്പെടാത്തതുമായ വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സഹനങ്ങൾ ഈ സമയം കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് ദൈവപിതാവിന് കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളിപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു, ഈ നീണ്ടകാല സഹനങ്ങളും യാത്രയുമൊക്കെ ഞങ്ങൾക്ക് വലിയ മഹത്വത്തിൻ്റെ കിരീടം അനുവദിച്ചു തരാനുള്ള ദൈവപിതാവിൻ്റെ വലിയൊരു പദ്ധതിയാണെന്ന്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് പരിശുദ്ധമ്മേ ദൈവമാതാവേ,
നീ നടന്നു നീങ്ങിയ ഒരുപാട് കനൽ വഴികളുണ്ട്. ഞങ്ങളും ഇപ്പോൾ ആയിരിക്കുന്ന കനൽ വഴികളുണ്ട്. ഓരോ യാത്രയിലും നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. അമ്മേ ദൈവമാതാവേ, നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഇതെല്ലാം നീ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായി മഹത്വത്തിന്റെ കിരീടം അണിഞ്ഞതുപോലെ ഒരിക്കൽ നിന്നോട് കൂടെ പീഡ അനുഭവിക്കുന്ന, ഈശോയോട് കൂടെ പീഡ അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയ മഹത്വം ഞങ്ങൾക്കും ലഭിക്കാനിരിക്കുന്നു എന്നൊരു സത്യത്തിലേക്കാണത് വിരൽ ചൂണ്ടുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവപിതാവേ, സഹനങ്ങൾ അനുവദിച്ചു കിട്ടുമ്പോൾ പരാതി കൂടാതെ പരിശുദ്ധ അമ്മയെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സമയം നോക്കി പാർക്കുവാൻ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഓറക്കിൾസ് എന്ന ശുശ്രൂഷയുടെ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ആദ്യമായി നന്ദി പറയുവാൻ എനിക്ക് അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 28/11/2019 അത് ഞാൻ മാൾട്ടയ്ക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാനൊരു നേഴ്സാണ്. ഞാൻ മാൾട്ടയ്ക്ക് കെയർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എന്നാൽ 30 വർക്കിംഗ് ഡേയ്സ് ആയിട്ടും എനിക്ക് വിസ വന്നില്ല. സാധാരണ എല്ലാവർക്കും 15 വർക്കിംഗ് ഡേയ്സിൽ വിസ വരാറുണ്ട്. പക്ഷേ എനിക്ക് മാത്രം വന്നില്ല. ഞാൻ അതിനു മുമ്പ് UK പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് വിസ വരാത്തതെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. 28-ാം തീയതി ഉടമ്പടി എടുത്തു. 29-ാം തീയതി എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതുവരെ ഞാൻ ട്രാക്ക് ചെയ്യുമ്പോൾ എൻ്റെ വിസ സ്റ്റാറ്റസ് ഒന്നും കാണിച്ചിരുന്നില്ല. വിസ സ്റ്റാറ്റസ് പ്രോസസ്സിങ് എന്ന് മാത്രമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. 2022 എനിക്ക് കോവിഡ് പിടിക്കുകയും മാൾട്ടയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ കോവിഡ് പിടിച്ച് 1.5 മാസത്തോളം കോവിഡ് പോസിറ്റീവായി. അപ്പോൾ ഞാനൊരു വാർഡിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയുള്ള മാൾട്ടീസ് പീപ്പിൾ പറഞ്ഞു, നീ കോവിഡായിട്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് നിനക്ക് ജോലിയില്ല, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നു എന്ന് പറഞ്ഞു. ഞാൻ 1.5 മാസത്തോളം ഞാൻ കോവിഡായി നിന്നു. കോവിഡ് നെഗറ്റീവായി. ഞാൻ ആ സമയത്തെല്ലാം ഉപ്പും ജപമാലയും ഉടമ്പടി തൈലവും അതോടൊപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അതിൻ്റെ ഫലമായി ഡിസംബർ 13-ാം തീയതി എൻ്റെ പോയ ജോലി അതേ പൊസിഷനിൽ തന്നെ എനിക്ക് ജോലി കിട്ടുകയും പിന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് കയറുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ ഞാനിവിടുന്ന് മാൾട്ടയ്ക്ക് പോയി, അത് ഞാൻ വിട്ടുപോയതാണ്. മാൾട്ടയ്ക്ക് പോയി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി വീണ്ടും നഷ്ടപ്പെടുകയും അവിടെ ഓവർ സ്റ്റാഫാണ്, അതുകൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ മാസം തന്നെ എനിക്ക് വേറൊരു ജോലി തരികയും പക്ഷേ എൻ്റെ കാർഡ് അവിടെ ശരിയാവാത്തതുകൊണ്ട് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഒരു വീട്ടിൽ നമ്മുടെ മലയാളി ആൾക്കാരുടെ തന്നെ കൊച്ചിനെ നോക്കാൻ പോയി. അപ്പോൾ ഒരു ദിവസം എനിക്ക് 10 യൂറോ തരും. അതിൽ ബസ് ചാർജ് തന്നെ 2 യൂറോ പോകും. ബാക്കി എൻ്റെ കൂട്ടുകാരെ എനിക്ക് ഫ്രീ ആയിട്ട് താമസ സൗകര്യം ഒരുക്കി തന്നു. ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധ മാതാവേ, ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പരിശുദ്ധ മാതാവേ, എനിക്ക് വെള്ളിയാഴ്ചയ്ക്ക് ഉള്ളിൽ എൻ്റെ വിസ, എനിക്ക് എൻ്റെ കാർഡ് തരണേന്ന് പ്രാർത്ഥിച്ചു. ബുധനാഴ്ച വൈകിട്ട് ID മാൾട്ടയിൽ നിന്ന് വിളിച്ചിട്ട് പിറ്റേ ദിവസം കാർഡ് കളക്ട് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ കാർഡ് കളക്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സിൽ വ്യത്യാസം വരുന്നു, നിനക്ക് തരാൻ പറ്റില്ല, ഇനി വീണ്ടും ആദ്യം മുതലേ പ്രോസസ്സിംഗ് ഉണ്ട്. അങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് വീണ്ടും എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട്, കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂറിനുള്ളിൽ അവരെനിക്ക് പുതിയ കാർഡ് എനിക്ക് അടിച്ചു തന്നു. അങ്ങനെ ഞാൻ വീണ്ടും
മെയ് 18-ാം തീയതി വീണ്ടും പുതിയൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. 2022 അവസാനത്തോടു കൂടി ഞാൻ UK പോകാനുള്ള പ്രോസസ്സിങ് തുടങ്ങി. ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഏജൻസി വഴി അല്ലാട്ടോ, ഞാൻ നേരിട്ട് അപ്ലൈ ചെയ്താണ് ഞാൻ UK ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് ഒരു ഇൻ്റർവ്യൂ ആദ്യമൊന്നും കിട്ടുന്നില്ല. പിന്നീട് 2022 അവസാനത്തോടു കൂടി, ഒക്ടോബറോട് കൂടി ഒരു എംപ്ലോയർ എന്നെ ഹയർ ചെയ്തു. ഞാൻ എംപ്ലോയറോട് പറഞ്ഞു, ഞാൻ ഏജൻസി ഫീസൊന്നും തരില്ല, ഞാൻ വിസ ഫീസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. അവർ പറഞ്ഞു, എനിക്ക് ഒരു ഏജൻസി ഫീസും വേണ്ട, നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയുള്ള ഫീസും COSൻ്റെ ഫീസും മൊത്തം 800 രൂപ, 800 പൗണ്ട് മാത്രം അയച്ചു തന്നാൽ മതി. 800 പൗണ്ട് അയച്ചു കൊടുത്തു. എനിക്ക് COS വന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സമയത്ത് ഞാൻ വിസ ജനുവരി 10-ന് അപ്ലൈ ചെയ്യുവാണ്. ആ സമയത്ത് ചൊവ്വാഴ്ചയാണ് ഞാൻ എൻ്റെ മൊബൈലിൽ അച്ഛൻ്റെ ധ്യാനം ഓണാക്കിയിട്ട് ഞാൻ വിസ ആപ്ലിക്കേഷന് കയറി. എനിക്ക് പേടിയുണ്ട്. ഞാൻ 2ാമത്തെ തവണയാണ് UK പോകുന്നത്. ആദ്യം ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി ഓവർ ടൈമായിട്ട് നിന്നു. ഓവർ സ്റ്റേ ഉണ്ടെങ്കിൽ എൻ്റെ വിസ ക്യാൻസലാകും. പക്ഷേ 8ാം ദിവസം എനിക്ക് വിസ വന്നു. ഞാൻ അവിടുന്ന് വിസ സബ്മിറ്റ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കടലിൻ്റെ തീരത്തൂടെയാണ് പോകുന്നത്. വലിയൊരു മഴവില്ലിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഞാൻ കാണുകയാണ്. ഞാൻ തിരിച്ചു നോക്കുമ്പോൾ വീണ്ടും ആ പോർഷനെ കാണാനില്ല, മഴവില്ലേ കാണാനില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എത്രയും പെട്ടെന്ന് വിസ കിട്ടും എന്നുള്ളത്, മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് എപ്പോഴും വിസ കിട്ടും വിശ്വസിച്ചു. പക്ഷേ ഞാൻ വീണ്ടും UK വന്നു. ഞാൻ ജോലിക്ക് കയറി. അത് ഡൊമിസിലറി ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോകണം. ചിലപ്പോൾ 6 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. 1.5 മണിക്കൂർ 2 മണിക്കൂർ കൂടെ ജോലി ചെയ്യുന്നവരുടെ വീട്ടിലേക്ക് മാപ്പിട്ട് നടന്നു പോകണം. അപ്പോൾ നടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ഉണ്ടാവും, കാശുരൂപം ഉണ്ടാവും എപ്പോഴും എൻ്റെ കയ്യിൽ. മഞ്ഞുണ്ടാവും, മഴയുണ്ടാവും, എന്താണെങ്കിലും നടന്നു പോവാണ് ഒറ്റയ്ക്ക്. അങ്ങനെ പോയി എനിക്ക് പറ്റാണ്ടായി. കാരണം രാത്രി വരുന്നത് 12:30-1 മണി സമയത്ത്. ഇതുപോലെ നടന്ന് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ ജോലി വേണ്ടാന്ന് വെച്ചു. എനിക്ക് പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്തു. എവിടെയും കിട്ടുന്നില്ല. UK തന്നെ ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും, എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അവിടെ എനിക്ക് വാടക കൊടുക്കാൻ പൈസയില്ല. കാരണം 1 മാസത്തെ സാലറി ഉള്ളത് ഞാൻ വീട്ടിലേക്ക് അയച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ആകെ 200-300 പൗണ്ടാണ് ബാലൻസ് ഉള്ളത്. വാടക തന്നെ 450 പൗണ്ട്. ഫുഡിന് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു 50 പൗണ്ട് എങ്ങനെ വന്നാലും വേണം, എൻ്റെ കയ്യിലില്ല. അവിടെയും പരിശുദ്ധ അമ്മ എനിക്ക് 2 ചേച്ചിമാരെ, എനിക്ക് മുമ്പ് പരിചയമുള്ളതാണ്, 2 ചേച്ചിമാരെ എനിക്ക് വേണ്ടി അവിടെ കരുതി വെച്ചു. അവരുടെ വീട്ടിൽ 1 മാസം ഞാൻ താമസിച്ചു. അവരെനിക്ക് ഫുഡ് തന്നു, അവരുടെ വീട്ടിൽ താമസിച്ചു. അതിനിടയ്ക്ക് എനിക്ക് ജോലിയൊന്നും ആയില്ല. പക്ഷേ ഇവിടെ ഒരു ഏജൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല. എന്നാലും ഞാൻ ഓക്കെ പറഞ്ഞ്, ഫാമിലിയും ഓക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ ജോലിക്ക് കയറി. എനിക്ക് 1 മാസത്തെ അവിടെ ജോലി കിട്ടി. എനിക്ക് ആ സമയത്ത് വാടക കൊടുക്കാൻ പൈസ കിട്ടി. എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കിട്ടി. ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന എംപ്ലോയറെ കോണ്ടാക്ട് ചെയ്യുകയും, അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പകുതി ഇന്ത്യനാണ്. പുള്ളിക്കാരത്തേനോട് പറഞ്ഞു, എനിക്ക് വേറെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, അവരോടും കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. സംസാരിച്ചോ, ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെ കിട്ടിയില്ല. 3-ാം ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ നീ എനിക്ക് പൈസ തരേണ്ടി വരും, COSന് പൈസ തരണം, എനിക്കുള്ള ചിലവ് നീ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തരാം, ഞാൻ പൈസ തരാം. എത്ര രൂപ വരുമെന്ന് പറഞ്ഞു. 2034 പൗണ്ട് വരും എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലിപ്പോൾ 1000 പൗണ്ടേ ഉള്ളൂ, ഞാനതിപ്പോൾ തരാം, ബാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുത്തി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എൻ്റെ എംപ്ലോയർ പറഞ്ഞു, നീ എനിക്ക് ഒരു പൈസ ഇപ്പോൾ തരണ്ട, നീ 6 മാസം കൊണ്ട് എനിക്കത് തന്നു തീർത്താൽ മതി. അപ്പോൾ അങ്ങനെ എനിക്ക് ജോലി അവിടെ തന്നു. COS എനിക്ക് അയച്ചു തന്നു. നിനക്ക് എന്ന് ജോലിക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജൂലൈ 10-ന് ഞാൻ കയറാമെന്ന് പറഞ്ഞു. ജൂലൈ 8-ന് എൻ്റെ
അവിടുത്തെ ജോലി ഞാൻ ക്യാൻസൽ ചെയ്ത് റെസിഗ്നേഷൻ കൊടുത്തു, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നു. അവിടെ വന്നപ്പോൾ താമസ സൗകര്യമില്ല. നീ വിഷമിക്കേണ്ട, നീ എൻ്റെ കൂടെ താമസിച്ചോ എന്ന് പറഞ്ഞു. എനിക്ക് ആ എംപ്ലോയറുടെ വീട്ടിൽ തന്നെ ഒരു റൂമും തന്ന് എന്നെ നവംബർ 13 വരെ എംപ്ലോയറുടെ വീട്ടിൽ താമസിപ്പിച്ചു. നവംബർ 13 എൻ്റെ ഫാമിലി വന്നു. ഫാമിലി വന്ന് അവർക്ക് വീട് കിട്ടാനില്ല. അപ്പോൾ എംപ്ലോയർക്കൊരു വീടുണ്ട് ഹോമിനോട് ചേർന്ന് തന്നെ. അപ്പോൾ എംപ്ലോയർ പറഞ്ഞു, നീ ഇവിടെ താമസിക്കുന്നവരെ മാറ്റി, അവിടെ ഞങ്ങളുടെ എംപ്ലോയർ തന്നെയാണ് പിള്ളേർ താമസിക്കുന്നത്, അവരെ ഫാമിലിയായിട്ട് താമസിക്കുന്ന അവരെ മാറ്റി എനിക്ക് അവിടെ വീട് തന്നു. അതുപോലെ തന്നെ പിള്ളേർക്ക് അഡ്മിഷൻ വന്നു കഴിഞ്ഞപ്പോഴും ബുദ്ധിമുട്ടായി. 2 പേർക്ക് കൊണ്ടുവരണം. എനിക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ്, ഹസ്ബൻഡ് എടുക്കുന്ന ഡേ ഷിഫ്റ്റാണ്. പുള്ളിക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കണ്ടിന്യൂസ് ഷിഫ്റ്റാണ്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും എൻ്റെ എംപ്ലോയർ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ രണ്ടാമത്തെ ആളെ ഞാൻ കൊണ്ടുവന്നോളാം. സ്കൂളിൽ കൊണ്ടുവരുന്നതും ജനുവരി മുതൽ ജൂലൈ 31 വരെ എൻ്റെ എംപ്ലോയർ എൻ്റെ മോളെ കൊണ്ടുവന്നു. ഇളയ ആളെ ഞാൻ കൊണ്ടുവരും. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ എല്ലാ തരത്തിലും എല്ലാവിധത്തിലും ഒപ്പം നിന്ന് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ CBT OSK, ഞാനൊരു നേഴ്സായതുകൊണ്ട് അവിടെ കെയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. CBT OSK എഴുതാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തു. ഞാൻ എൻ്റെ എംപ്ലോയറോട് പറഞ്ഞു, CBT ഞാൻ OSK തുടങ്ങുവാണ് കേട്ടോ എന്ന് പറഞ്ഞു. നീ തുടങ്ങിക്കോ, ഞാൻ തരികയല്ല നിനക്ക് ലെറ്റർ, CV ലെറ്റർ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ ഞാൻ. അപ്പോൾ പുള്ളിക്കാരത്തി ഒന്നും പറഞ്ഞില്ല. ഞാൻ OSK എഴുതി, OSK പഠിച്ച് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തരണേന്ന്. പരിശുദ്ധ അമ്മ എനിക്ക് 6 എന്ന ഡേറ്റ് കാണിച്ചു തന്നു. 6 എന്ന ഡേറ്റിൽ ഞാൻ പോയി എക്സാം എഴുതി, ഞാൻ പാസ്സായി. എക്സാമിന് മുമ്പ് 2 ദിവസം മുമ്പ് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി എക്സാം എഴുതുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ OSK പാസ്സാകുമെന്ന്. കാരണം എല്ലാവരും ലാസ്റ്റ് ചാൻസിലും 2ാമത്തെ ചാൻസിലൊക്കെ പാസ്സാകുന്ന പരിശുദ്ധ അമ്മ എന്നെ പാസ്സാക്കി തന്നു. എൻ്റെ കഴിവും കൊണ്ട് ഒരിക്കലും ഞാൻ OSK പാസ്സാവില്ല എന്ന് 100% ഉറപ്പാണ്. ഞാൻ എഴുതിയത് വെച്ചും ഞാൻ പാസ്സാകില്ല. അതുപോലെ CBT എഴുതി ഇപ്പോഴും അതുപോലെ തന്നെ 68% മാർക്കാണ് എനിക്ക് പാസ് മാർക്ക് വേണ്ടത്. ഫസ്റ്റ് ഞാൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു. ഞാൻ പാർട്ട് A മാത്രം പാസ്സായി, പാർട്ട് B തോറ്റുപോയി. രണ്ടാമത് ഞാനൊരു 10 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ പഠിച്ചു, ഞാൻ എഴുതി. പരിശുദ്ധ അമ്മയോട് ചോദിച്ചു ഡേറ്റ്. അതുപോലെ പരിശുദ്ധ അമ്മ എനിക്ക് ഡേറ്റ് തന്നു. 11 എന്ന ഡേറ്റാണ് എനിക്ക് തന്നത്. ഞാൻ ആ ഡേറ്റിന് തന്നെ എക്സാം എഴുതി, ഞാൻ പാസ്സായി. എക്സാമിന് 2 ദിവസം മുമ്പ് പരിശുദ്ധ അമ്മ എൻ്റെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു എനിക്ക് 78% മാർക്ക്, പാസ്ഡ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ എനിക്ക് പാസ് സർട്ടിഫിക്കറ്റ് തന്ന പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇതിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും വലുതുമായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ എനിക്ക് ഓർമ്മയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 3, 4, 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തും. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഉള്ളേരിയാണ്, ബസ് സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പെരുമ്പാവൂർ ഒരു ഡയാലിസിസ് സെൻ്ററുണ്ട്. ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഡയാലിസിസ് സെൻ്ററിലേക്ക് കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കുന്നു. ഞങ്ങളവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് എല്ലാവരും കൂടി ഒരു തുക പിരിച്ചെടുത്ത് ഞങ്ങൾ അയക്കുന്നു. അതുപോലെ ഞാൻ പത്രം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എൻ്റെ വായ കൊണ്ട് എല്ലാവരോടും പറയും, നിങ്ങൾ കൃപാസന എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ പറയും കൃപാസനത്തിൽ പോകണം, കൃപാസന അമ്മയുടെ പ്രാർത്ഥിക്കുക, അത് മാത്രമേ രക്ഷയുള്ളൂ, അത് മാത്രമേ കിട്ടൂ, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും, അത് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ ഉറച്ച് പറയും. ആദ്യം തന്നെ എൻ്റെ OSK എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടു, എല്ലാവർക്കും സെൻഡ് ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി, എൻ്റെ OSK എക്സാം പാസ്സാക്കി തന്നതിന് 1000 നന്ദി. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ടീച്ചറോട് പോലും ഞാൻ പറഞ്ഞത് ഞാൻ OSK പാസ്സായി കേട്ടോ എന്ന്. ജെറമിയ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ഷിനി സാജു എന്ന ഈ സഹോദരി
തൻ്റെ വിദേശത്തേക്കുള്ള മൈഗ്രേഷൻ, ജോലി, താമസം, അവിടെ ജോലിയിലുള്ള മേൽഗതി എന്നിവയുമായി സംബന്ധിച്ചാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും അതിൽ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മുടെ എപ്പോഴും നമ്മളെ തന്നെ ജീവിതത്തെ ക്രമീകരിക്കുകയും ദൈവത്തോട് ചേർത്ത് നിർത്തുകയും കൂടുതൽ സുരക്ഷിതമായും മേൽഗതിയിലും ജീവിതം നയിക്കുവാനുള്ള വഴികളെ നമുക്ക് കാട്ടിത്തരികയും ചെയ്യും. അത് ഉടമ്പടിയുടെ ഒരു ഗ്യാരൻറ്റിയാണ്. ഉടമ്പടിയിലാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചിരിക്കും, ഉടമ്പടിയിലാണോ നിങ്ങൾ കർത്താവിനെ കണ്ട് തിരിച്ചറിഞ്ഞിരിക്കും, ഉടമ്പടിയിലാണോ നിങ്ങൾ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുവാൻ ശക്തിയുള്ളവരായിരിക്കും, ഉടമ്പടിയിലാണോ ഇന്ന് കടന്നു പോകുന്ന ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ തീരുമാനം അനുഭവിക്കുവാനും മേൽഗതിയുള്ള ജീവിതത്തിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തുന്നത് നമുക്ക് തന്നെ കണ്ണുകൊണ്ട് കാണുവാനാവും വിധം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ക്ലേശകാലത്ത് കൂടെ നിൽക്കുകയും നല്ല കാലത്ത് വഴി നടത്തുകയും എന്നും ദൈവികമായ പ്രകാശം നൽകി എൻ്റെ സ്വന്തമാണ് നീ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഉടമപ്പെടുത്തുന്ന ജീവിതം കൊടുക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നതാണ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിലുള്ള ഈ മരിയൻ ഉടമ്പടിയിലൂടെ. അതുകൊണ്ട് അമ്മയോട് നമ്മൾ ചേർന്ന് നടക്കുമ്പോൾ വലിയ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മളെ കാത്തിരിക്കുക. അതിലേക്ക് നമുക്ക് ശാന്തതയോടെ വിശുദ്ധിയോടുകൂടി ജീവിതം സമർപ്പിച്ച് മുന്നേറുവാൻ പരിശ്രമിക്കാം. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രതീക്ഷീകരണത്തെ സാക്ഷിയാക്കി മാറ്റിയതിനെ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ ബെന്നി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നി ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 മക്കൾ, എൻ്റെ അമ്മയുമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. 5 പ്രാവശ്യം എനിക്ക് മിസ്കാരേജായി പോയി. പല ആശുപത്രിയിലും ചികിത്സയ്ക്കായിട്ടും പോയിരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത് പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ട് ഡെലിവറി വരെ ഇഞ്ചക്ഷൻ വേണമെന്നായിരുന്നു. പക്ഷേ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ചെയ്തെങ്കിലും അത് മിസ്കാരേജായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായേക്കണേ. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ 3 മാസമായിട്ട് DNCയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ മാനസികമായും ശാരീരികമായും വളരെയധികം വേദനയിലൂടെയാണ് കടന്നു പോയിക്കണേ. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മാതാവിനെയും ഈശോയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ഭർത്താവിനൊപ്പം ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ചിട്ടും ഞാൻ മിസ്കാരേജ് ആകുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റപ്പെട്ടു പോയി കരഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം കൃപാസനത്തിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാണാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഓൺലൈൻ ദിവ്യബലി കൂടാനും ശ്രമിച്ചിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ പല DNC സമയത്തും പല ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ മാതാവിനെയും ഈശോനെയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ കൃപാസനത്തിലെത്തി തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയും എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട സൗമ്യ ചേച്ചിയുടെ ഉണ്ണിയുടെ 5-ാം മാസത്തിൽ അറിഞ്ഞ ഹെർണിയ എന്ന രോഗം മാറാനും നിയോഗം വെച്ചിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉണ്ണിയുടെ രോഗം മാറാണെങ്കിൽ നീയും സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരെ കയറി നിൽക്കണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയും വെച്ചെങ്കിലും അത് മിസ്കാരേജായി പോയി DNC ചെയ്യാൻ നാട്ടിലേക്ക് വരേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ജോസഫച്ചനെ കാണാനും ജോസഫച്ചൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയും അതുപോലെ അച്ഛൻ തൈലം തന്ന് അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞത്, നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നതെന്നാണ്. വേറെ ഒന്നും തന്നെ അച്ഛൻ പറഞ്ഞില്ല. ആ സമയത്ത് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇഞ്ചക്ഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആ ഇഞ്ചക്ഷൻ ചെയ്യാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തന്നെ ചെയ്യാൻ ഒരു പേടിയായിരുന്നു.
അപ്പോൾ അതിനായിട്ട് മാതാവ് എനിക്കൊരാളെ ഒരുക്കി തന്നു, ധന്യ ചേച്ചി ഒരുക്കി തന്നു. ധന്യ ചേച്ചി എപ്പോഴും, ധന്യ ചേച്ചി ഒരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിലും എല്ലായ്പ്പോഴും ധന്യ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് ഡോക്ടർ എൻ്റെ കയ്യിൽ വെച്ച് തരുന്നത്. അത് കഴിഞ്ഞ 1 മാസം ആകുമ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ പോലും എനിക്ക് 2 മക്കളാണെന്ന് അറിയുന്നതിന് മുന്നേ എൻ്റെ മമ്മിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി, എനിക്ക് 2 ആൺമക്കളാണെന്ന്. ഇന്ന് ആ ഉണ്ണികൾ ഇട്ട് വന്നിരിക്കുന്ന ഡ്രസ്സായാലും മമ്മി ആ സ്വപ്നത്തിൽ കണ്ട ഡ്രസ്സ് പോലെയാണ് ഞങ്ങൾ ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഉണ്ണികളുടെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും അതുപോലെ എല്ലാ സ്കാനിങ്ങുകളും എൻ്റെ ഡെലിവറിയൊക്കെ മാതാവിൻ്റെ ദിവസമായ ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ 5-ാം മാസമായപ്പോൾ 5-ാം മാസത്തിൽ മമ്മി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ്ങിൽ ഒരു ഉണ്ണിയുടെ ലെൻസിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന് പറഞ്ഞു. അത് കൂടി വരാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷനാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് പറഞ്ഞു. ആ ടൈമിൽ ഇവർക്ക് വെള്ളത്തിൻ്റെ അംശം വളരെ കുറഞ്ഞതായിട്ട് അറിഞ്ഞു. അത് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു മിറാക്കിളാണെന്നാണ്. കാരണം കൂടാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നേ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചും ഒരുങ്ങിയൊക്കെ പോയി. ആ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 2025 ജനുവരി 26-ാം തീയതി ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനു ശേഷം ജനുവരി 28-ാം തീയതി ഞാൻ 2 ആൺമക്കൾക്ക് ജന്മം നൽകി. യാതൊരു കുഴപ്പം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഗൾഫിലായതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനൊന്നും നൈറ്റ് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ആ ടൈമിലൊക്കെ എനിക്ക് എൻ്റെ അമ്മയ്ക്കും മാതാവ് ഈശോയും കൂട്ടായിരുന്നു. കാരണം ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് ആ സമയത്തൊക്കെ എത്തിയിരുന്നു. അതുപോലെ ഞാൻ സൗമ്യ ചേച്ചിയുടെ ഉണ്ണിയുടെ സാക്ഷ്യം വന്നപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അന്ന് ആ സാക്ഷ്യത്തിൻ്റെ പേര് ഒരു ജീവൻ രക്ഷിച്ച മരിയൻ്റെ മെൻറ്റർ ദിവ്യ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ധാരാളം പ്രാർത്ഥന സഹായങ്ങൾ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ധ്യാനം ഓൺലൈനായിട്ട് കൂടിയിരുന്നു. അപ്പോൾ ആ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞത്, നീ ഒരു പൂവ ചോദിച്ചുള്ളൂ, നിനക്കൊരു പൂന്തോട്ടമാണ് തന്നതെന്നാണ്. അങ്ങനെ കുറേയധികം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയത്. അങ്ങനെ ഉണ്ണികൾക്ക് ഒരു കുഴപ്പമില്ലാതെ മാതാവ് ഈശോയും ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 മാസം ആവണേക്കാൾ മുന്നേ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഒരു സമയ ചുരുക്കത്തിൻ്റെ ഒരു അടയാളം തന്നെയായിരുന്നു. ഇതെല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. കാരണം ഞാൻ ഗൾഫിലായതുകൊണ്ട് മമ്മിയോട് പറയും, ആരെങ്കിലും അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ പത്രം വാങ്ങി കൊടുത്തേക്കാൻ പറയും. അങ്ങനെ അവിടെ ഷാർജ പള്ളിയിലൊക്കെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ മാതാവിൻ്റെയും ഈശോയുടെയും ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. ജീവിക്കുന്ന സാക്ഷികളാക്കി, പ്രത്യക്ഷീകരണത്തിൽ ജീവിക്കുന്ന സാക്ഷികളാക്കി ഉയർത്തേന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം 10 വർഷമായിട്ട് വിറ്റ് പോവാനായിട്ട് തടസ്സം നേരിട്ടിരുന്നു. ആ സ്ഥലവും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സ്ഥലവും വിറ്റുപോയി. നേർച്ച വസ്തുക്കൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലാത്ത സമയത്ത് എൻ്റെ അടിവയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചിരുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 21-23 തിരുവചനങ്ങൾ. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായിരിക്കും. ആദ്യം മുതലേ ദൈവം വലിയ വാഗ്ദാനങ്ങളാണ് എപ്പോഴും സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി നൽകുന്നത്. നമ്മുടെ പൂർവ്വപിതാവായ ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവസ്ഥയിൽ ഇസഹാക്ക് തന്നെയാണ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഭാര്യയ്ക്ക് 2 കുഞ്ഞുങ്ങൾ, റബേക്കയ്ക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കുന്ന വചനഭാഗമാണ് നാം മെസ്സേജായി ഇവിടെ കേട്ടത്. ദിവ്യ ബെന്നി എന്ന ദമ്പതികൾ ഇവിടെ വന്ന് തങ്ങളുടെ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 9 വർഷമായിട്ടുള്ള ഒരു വലിയ ജീവിതഭാരത്തെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക്
3 മാസം കൊണ്ട് 9 വർഷമായി സാധ്യമാകാതിരുന്ന ഒരു വലിയ സങ്കടത്തെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 3 മാസത്തിലൂടെ ഉടമ്പടിയെടുത്ത് ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സാധ്യമാക്കി കൊടുത്തത് 2 വിശേഷപ്പെട്ട നിധികളായ 2 കുഞ്ഞുങ്ങളെയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഒരു വലിയ സംഭവം ഈ മകൾ ഏറ്റു പറയുന്നത്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷിയായി സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഒരു വലിയ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചത്. അച്ഛൻ മറ്റൊന്നും പറഞ്ഞില്ല, നീ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണല്ലോ. അതുതന്നെ ഒരു വലിയ അനുഗ്രഹമായി ദിവ്യ ഏറ്റെടുക്കുകയായിരുന്നു. അവർക്ക് ഈ അൾത്താരയിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനുള്ള വലിയ അനുഗ്രഹം ലഭിച്ചു. നമുക്കറിയാം, ഉടമ്പടിയിലൂടെ സാധ്യമല്ലാത്ത യാതൊരു കാര്യങ്ങളുമില്ല. പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി അൾത്താരയിൽ നിന്നുകൊണ്ട് ഇപ്പോഴും മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും. ദിവ്യ പറയുകയുണ്ടായി, ഞങ്ങളെ ആ വിദേശത്തായിരുന്നപ്പോൾ ആരും സഹായിക്കാനില്ലായിരുന്നു. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ, സാമ്പത്തിക തകർച്ച, എല്ലാം ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് അനുഭവവേദ്യമാവുന്നത്. പരിശുദ്ധ അമ്മ തന്നെ മറ്റു പലരെയും നമ്മുടെ അടുത്തേക്ക് ദൂതനായി അയക്കുന്ന വലിയ വലിയ സാക്ഷ്യങ്ങൾക്ക് നാം ദൃക്സാക്ഷികളാകാറുണ്ട്. നാം യൂട്യൂബിൽ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ യോഗ്യതകളെല്ലാം നാം സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് ഏറ്റുപറയാൻ സാധിച്ചാൽ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ബിഗ് സീറോ ആക്കി ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഫയലുകളെല്ലാം ഗ്രീൻ സൈൻ ഇട്ടുകൊണ്ട് ഈശോയ്ക്ക് കൊടുക്കുന്നത്. മകനെ, അവരുടെ കാര്യങ്ങളെല്ലാം നീ ചെയ്തു കൊടുക്കണമെന്ന് ഈ അൾത്താരയിൽ വെച്ച് എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് സ്വപ്ന ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നൽകിക്കൊണ്ട്, സാമീപ്യം നൽകിക്കൊണ്ട്, ദിവ്യയുടെ അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങളാണ് ഇവർക്ക് ജന്മം ലഭിക്കാൻ പോകുന്നതെന്ന വലിയൊരു അറിയിപ്പ് നൽകുകയുണ്ടായി. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളും നമുക്ക് ദൈവം നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ച് വലിയൊരു മുന്നറിയിപ്പുകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഉടമ്പടിയിലൂടെ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട്. പരിശുദ്ധ അമ്മ ഒരു സഞ്ചാരി മാതാവാണെന്നുള്ള വലിയ തിരിച്ചറിവും വിജ്ഞാനവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, ഈശോ നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെ ദിവ്യ പറയുകേണ്ട ഒരു വലിയ സങ്കടമായിരുന്നു, 10 വർഷമായിട്ട് അവർക്കൊരു സ്ഥലം വിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഉടമ്പടിയെടുത്ത് ഉടനെ തന്നെ അവർക്ക് ആ സ്ഥലം വിൽപ്പന നടക്കുവാനായി അവർക്ക് സാധിക്കുകയുണ്ടായി. ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളൊക്കെ അവർ കൃത്യമായി ഉപയോഗിക്കുമായിരുന്നു. അവരുടെ പ്രഗ്നൻസി സമയത്തെല്ലാം അവർ 2 പേരും കൃത്യമായി പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം, ഹാർട്ട് ബീറ്റ് ഇല്ല, ഇനി ഈ കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മ നൽകുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടതായി നമുക്ക് വലിയ അറിവില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് അംഗീകരിക്കാനുള്ള വലിയ മാനസിക ശക്തി പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിത സങ്കടങ്ങളെയും കണ്ണുനീരിനെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.